ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. വളരെയധികം ഈവൻഫുൾ ആയിട്ടുള്ളൊരു വീക്കാണ് ഈ ആഴ്ച നമുക്കുള്ളത്. പ്രധാനമായിട്ടും വെള്ളിയാഴ്ച ദിവസം മഹാരാഷ്ട്ര ഡേ കാരണം മാർക്കറ്റ് അവധിയാണ്. കൂടാതെ ബുധനാഴ്ച ദിവസം US നിന്ന് ഇൻട്രസ്റ്റ് ഡേറ്റ് ഡിസിഷൻ വരുന്നുണ്ട്. കൂടാതെ റിലയൻസ് ഉൾപ്പെടെയുള്ള ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്ന ദിവസമാണ് ഇന്ന്. കഴിഞ്ഞ ആഴ്ചയിലേക്ക് നോക്കുകയാണെങ്കിൽ IT കമ്പനീസിൻ്റെ വലിയൊരു സെൽ ഓഫ് കാരണം മാർക്കറ്റ് നെഗറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. IT ഇൻഡെക്സ് തന്നെ 10% ഒരു ഇടിവ് കണ്ടിരുന്നു. ഇൻഫോസിസും HCL ടെക് ഉൾപ്പെടെയുള്ള കമ്പനീസാണ് ഇടിവിന് ഏറ്റവും മുൻപന്തിയിൽ നിന്നിട്ടുള്ളത്. ഇനി ഈ ഒരു ആഴ്ച മാർക്കറ്റ് ലേക്ക് പോകും മുമ്പ് ഇറാൻ ഇസ്രായേൽ രണ്ടാം ഘട്ട ചർച്ച, അത് ഇസ്ലാമാബാദിൽ നടക്കാതിരുന്ന ചർച്ച അത് ഒഴിവാക്കി എല്ലാ ആളുകളും അത് അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ട്രംപ് പറഞ്ഞിരിക്കുന്നത് ചർച്ച ഒഴിവാക്കി എന്ന് കരുതി അത് യുദ്ധത്തിലേക്കുള്ള പോക്കല്ല, അങ്ങനെയുള്ളൊരു പദ്ധതിയൊന്നും ഇല്ല. പക്ഷേ അതിന് ശേഷം കുറച്ച് ഡെവലപ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. അതായത് ഇറാൻ ഫോറിൻ മിനിസ്റ്റർ ഈ ഇസ്ലാമാബാദ് പോയതിന് ശേഷം അവിടെ നിന്ന് പോയതിന് ശേഷം ഒമാനിലെത്തി അവിടുത്തെ കിങ്ങായിട്ട് ചർച്ചകൾ നടത്തി എന്നുള്ളതാണ്. അതായത് പാകിസ്ഥാൻ അല്ലാതെ മറ്റുള്ള ഒരു രാജ്യമായിട്ട് നേരിട്ടൊരു ചർച്ച ഈ ഒരു ഇറാൻ നടത്തി എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ട് കാണുന്നുണ്ട്. അതിനുശേഷം ഈ ഒമാനിൽ നിന്ന് ഈ ഇറാൻ ഫോറിൻ മിനിസ്റ്റർ ഒമാനിൽ നിന്ന് നേരെ പാകിസ്ഥാനിലേക്ക് തിരികെ വരും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇത് US-ഉമായിട്ടുള്ള ചർച്ചയ്ക്ക് വേണ്ടിയിട്ടല്ല, മറിച്ച് ഈ പാകിസ്ഥാനിലുള്ള നയതന്ത്ര പ്രതിനിധികളുമായിട്ട് ഈ യുദ്ധത്തിൻ്റെ ഫ്രെയിം വർക്കുകൾ എല്ലാം തന്നെ സെറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. US ഡെലിഗേറ്റ്സ് എല്ലാം തന്നെ ഇസ്ലാമാബാദിൽ എത്തിയിട്ടില്ലെങ്കിൽ കൂടിയും ട്രംപ് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും ഇറാന് US ആയിട്ട് നേരിട്ട് സംസാരിക്കാമെന്നാണ്. എന്നാൽ ഇറാൻ പറയുന്നത് US ആയിട്ട് നേരിട്ട് സംസാരിക്കാനുള്ള താല്പര്യമില്ല, ഒരു ഇടനിലക്കാരൻ വഴിയാണ് സംസാരിക്കാൻ താല്പര്യമുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതായത് ഇതിൻ്റെ ഈ ഒരു ഫ്രെയിം വർക്കും ഇപ്പോൾ ഒരുപാട് ചർച്ചകളൊക്കെ നടത്തിയതിന് ശേഷം ഇപ്പോൾ ഏകദേശം ഒരു ധാരണ ഇരു രാജ്യങ്ങളും എത്തിയിട്ടുണ്ടാകണം. അപ്പോൾ ഇനി അധിക ദൂരമില്ല, ഈ ഒരു സമാധാനത്തിൻ്റെ അവസാന നാളുകളിലേക്ക് അധിക ദൂരം ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം പഴയ ആ ഒരു പിടിവാശിയെല്ലാം തന്നെ ഇരു രാജ്യങ്ങളും ഇല്ല, അതൊരു എങ്ങനെയെങ്കിലും തീരട്ടെ എന്നുള്ള രീതിയിലേക്ക് യുദ്ധത്തിൻ്റെ കാര്യങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാവണം ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റിൽ വലിയ സീവിയർ നെഗറ്റിവിറ്റി ഇല്ല. ഗ്ലോബൽ മാർക്കറ്റ് കണ്ടുവരാം. ഗോൾഡ് 4699, സിൽവർ 75, ബിറ്റ്കോയിൻ 1600 പോയിൻറ്റ് സ്പൈക്ക് ചെയ്ത് 80,000ആയി. ബ്രന്റ് ഓയിൽ 100-ൽ തന്നെ നിൽക്കുന്നു. നാച്ചുറൽ ഗ്യാസ് 2.7-ൽ നിൽക്കുന്നു. നിഫ്റ്റി കാണാം 24,045 പോസിറ്റീവാണ്. ഡോ ഫ്യൂച്ചർ നെഗറ്റീവാണ്. എന്നാൽ നാസ്ഡാക്ക് ഫ്യൂച്ചർ ഫ്ലാറ്റാണ്. ഈ ഏഷ്യൻ സെല്ലിൽ നിന്ന് നിക്കി, ജപ്പാൻ മാർക്കറ്റും കൊറിയൻ മാർക്കറ്റും പോസിറ്റീവാണ്. ഏറ്റവും താഴേക്ക് നോക്കുകയാണെങ്കിൽ US മാർക്കറ്റിലെ നാസ്ഡാക്കിൽ തന്നെ പോസിറ്റീവായിട്ടായിരുന്നു ക്ലോസ് ചെയ്തിരുന്നത്. ഇത് US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളാണ്. ഇൻഫോസിസിന് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല, വിപ്രോക്ക് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ICICI ബാങ്ക് ഇടിഞ്ഞിരുന്നു, തിരികെ കയറി. അപ്പം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാത്ത ഒരു മാർക്കറ്റാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പായിട്ട് നമുക്ക് ബിറ്റ്കോയിൻ്റെ എല്ലാം തന്നെ ചാർട്ട് നോക്കാം. ബിറ്റ്കോയിൻ്റെ ചാർട്ട് കാണാം. ബിറ്റ്കോയിൻ ഏകദേശം 79,155 എന്ന നിലയിൽ നിൽക്കുന്നുണ്ട്. ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ എല്ലാം തന്നെ ഈ കുറച്ചും കൂടി റെസ്പെക്റ്റ് ചെയ്താണ് പോകുന്നത്. അപ്പോൾ ബിറ്റ്കോയിനെല്ലാം തന്നെ ട്രേഡ് ഇന്ത്യൻ ബ്രോക്കർ ഉപയോഗിച്ച് ചെയ്യാം. ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യയാണ്. അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിലുണ്ട്, ചെക്ക് ചെയ്യാം. സ്റ്റോക്കുകളിലെ കുറച്ച് വാർത്തകളിലേക്ക് പോകാം. ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. റിലയൻസ് റിസൾട്ട് വന്നു. അവരുടെ കഴിഞ്ഞ ദിവസം നെറ്റ് പ്രോഫിറ്റ് 16,971 കോടി രൂപയാണ് കരസ്ഥമാക്കിയത്. 13% ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിൽ ഒരു കുറവുണ്ട്. എന്നാൽ റവന്യൂ 13% ഒരു വർധനവ് രേഖപ്പെടുത്തി 2.94 ലാക്ക് അവർ കളക്ട് ചെയ്തിട്ടുണ്ട്. ജിയോയുടെ ഭാഗത്തു നിന്ന് സ്വാഭാവികമായിട്ടും നല്ല പെർഫോമൻസ് തന്നെയാണ് ഈ തവണയും. ഡിവിഡൻഡ് 6 രൂപ പ്രഖ്യാപിച്ചു. ആക്സിസ് ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് ഫ്ലാറ്റാണ്, 7,071 കോടി രൂപ. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 5% വർദ്ധിച്ചു. RBL ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 3 മടങ്ങ് ഉയർന്ന് 230 കോടി രൂപ. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 7% വർദ്ധിച്ചു. പേടിഎമ്മിൻ്റെ കഴിഞ്ഞ ദിവസം അറിഞ്ഞിരിക്കും നിങ്ങൾ, ഇവരുടെ ലൈസൻസ് റിസർവ് ബാങ്ക് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് എന്നുള്ള ന്യൂസ് ഉണ്ട്.
IDFC ഫസ്റ്റ് ബാങ്ക് കമ്പനി നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 15% ഉയർന്നു, 5677 കോടി രൂപ കരസ്ഥമാക്കി. പ്രോഫിറ്റ് 5% ഉയർന്നു. ടാൻല നെറ്റ് പ്രോഫിറ്റ് 15% ഉയർന്നു. ഇൻഡസ്ഇൻഡ് ബാങ്ക് പ്രോഫിറ്റ് ലോസിലുണ്ടായിരുന്ന കമ്പനിയാണ്, ഇത്തവണ 533 കോടി രൂപ പ്രോഫിറ്റ് ആയിട്ടുണ്ട്. M&M ഫിനാൻസ് സർവീസ് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 25% ഉയർന്നു, നെറ്റ് പ്രോഫിറ്റ് 55% ഉയർന്നു. L&T ഫിനാൻസ് നെറ്റ് പ്രോഫിറ്റ് 26% ഉയർന്നിട്ടുണ്ട്. ലോധ ഡെവലപ്പേഴ്സ് നെറ്റ് പ്രോഫിറ്റ് 10% ഉയർന്നു. സുപ്രീം പെട്രോ കെമിക്കൽ നെറ്റ് പ്രോഫിറ്റ് 57% ഉയർന്നു. DCB ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 16% ഉയർന്നു. ബൽറാമൻ ചിനി ഇവർ 160 കോടി രൂപയുടെ പുതിയ പ്ലാന്റ് നവീകരിക്കാൻ തീരുമാനമായിട്ടുണ്ട്. ഇന്ത്യൻ ഹ്യൂം പൈപ്പ് ഇവർക്ക് 418 കോടി രൂപയുടെ ഓർഡറുകൾ ലഭിച്ചിട്ടുണ്ട്. ഈ ഒരാഴ്ച ഉള്ള ഈവൻറ്റുകൾ എല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വൈകിട്ട് നമുക്ക് പോസ്റ്റ് മാർക്കറ്റ് കാണാം. നമ്മുടെ ചാനൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഡെൽറ്റ എക്സ്ചേഞ്ചിൻ്റെ അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്ക് നമ്മൾ ഫസ്റ്റ് കമൻറ്റിലുണ്ട്, യൂസ് ചെയ്യാം. താങ്ക് യു.